നമ്മളിവിടെ കാലവർഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്നു, പരാതി പറയുന്നു. ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ 2 ദിവസമായി കാലവർഷം മാറി നിൽക്കുകയുമാണല്ലോ. പക്ഷേ രാജ്യത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ അവിടെ തുടരുകയാണ്. പ്രത്യേകിച്ച് അസം, അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം വലിയ തോതിലുണ്ട്. മാത്രമല്ല മണ്ണിടിച്ചിലും 50 പേർ മരിച്ചു എന്ന റിപ്പോർട്ടാണ്. അസമിൽ മാത്രം 34 പേർ മരിച്ചു. വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് 1500-ലധികം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. റോഡ്, റെയിൽ ഗതാഗതത്തെയും മഴ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, നല്ല വാർത്തകളല്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മരണങ്ങൾ സംഭവിക്കുന്നു എന്നത്. 50-ലധികം മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ രാവിലെയും കാലാവസ്ഥാ റിപ്പോർട്ട് എങ്ങനെയാണ്? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായ രീതിയിലുള്ള മഴയാണ് ലഭിക്കുന്നത്. ഇതുമൂലം ഇവിടുത്തെ ഈ 5 സംസ്ഥാനങ്ങൾ, പ്രധാനമായും അരുണാചൽ പ്രദേശ്, ആസം, ത്രിപുര അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ ജനജീവിതം വളരെ ദുസ്സഹമായ അവസ്ഥയാണ്. ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് അസം ജനതയാണ്. അസമിൽ ബ്രഹ്മപുത്ര അടക്കമുള്ള നദികളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുകയാണ്. ഏതാണ്ട് 15-ലധികം ജില്ലകളിലാണ് ഈ ദുരിതം ബാധിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന സ്ഥിതിയാണ്. മാത്രമല്ല ഒട്ടുമിക്ക റോഡുകളും വെള്ളത്തിനടിയിലാണ്. അതേപോലെ തന്നെ പാലങ്ങൾ തകരുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ അസമിൽ വലിയ രീതിയിലുള്ള ദുരിതമാണ് ഈ മഴ ഇപ്പോൾ വിതച്ചിരിക്കുന്നത്. അവിടെ ഇന്ന് രാവിലെയും വളരെ ശക്തമായ രീതിയിലുള്ള മഴയാണ് അസമിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ നദികളിലും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ കേന്ദ്ര ജല കമ്മീഷൻ അവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ അരുണാചൽ പ്രദേശിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. 2 ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ഏതാണ്ട് 10-ലധികം ജീവനുകളാണ് അവിടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. സിക്കിമിലും സ്ഥിതി സമാനമാണ്. സിക്കിമിലും കനത്ത മഴയാണ് ലഭ്യമാകുന്നത്. അവിടെ സിക്കിമിലും മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. 2 ഇടങ്ങളിൽ സിക്കിമിലും മണ്ണിടിച്ചിലുണ്ടായി. ഏതാണ്ട് 15ഓളം മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. മാത്രമല്ല അവിടെ ഏതാണ്ട് 1500-ലധികം ടൂറിസ്റ്റുകൾ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി മറ്റ് വഴികളില്ല. റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയാണ്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. മിക്ക സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ മറ്റെവിടേക്കും മാറ്റാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നത്. അതേസമയം സർക്കാർ വ്യക്തമാക്കുന്നത് സ്ഥിതി അല്പം ശാന്തമായാൽ ഇവരെ എയർലിഫ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ്. ഏതായാലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികൾ ഏതാണ്ട് 1500-ലധികം പേരാണ് സിക്കിമിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ മിസോറാമിലും സ്ഥിതി സമാനമാണ്. മിസോറാമിലും അതിശക്തമായ മഴയാണിപ്പോൾ ലഭിക്കുന്നത്. ഇങ്ങനെ 5 സംസ്ഥാനങ്ങൾ പൂർണ്ണമായും വലിയ മഴക്കെടുതി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വീണ, ശരി നന്ദൻ.